ഹായ് ഫ്രണ്ട്സ്, ഇത് സ്പോർട്ടി പാർക്കിലെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലും ഉള്ളത്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്, ഞാൻ എടുത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ സോപ്പി എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിയിലാണ് പോകുന്നത്. നല്ല അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്പോർട്ടീസ് പാർക്കിൻ്റെ താഴെയായിട്ട് ഒരു കഫേ ഉണ്ട്. അവിടെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. പക്ഷേ ഒരു നെഗറ്റീവ് എന്തെന്ന് വെച്ചാൽ, ഫുഡ് ഓർഡർ ചെയ്തിട്ട് എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. നമ്മൾ കൂടെ കുഞ്ഞു വാവയും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് അത് മാത്രമായിരുന്നു ബുദ്ധിമുട്ടായിരുന്നത്. നമുക്ക് ശേഷം വന്നവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് അറിയില്ല. നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. ഇത് പക്ഷേ സ്പോർട്ടീസ് പാർക്കിലെ ആക്ടിവിറ്റീസ് അല്ല, ഇത് ആറ്റിങ്ങിൽ വരുമ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിലാണ്. പിന്നെ ഒരു കാര്യം പറയാം ഗൈസ്, എടുത്ത് പറയേണ്ട കാര്യമാണ്, നല്ല ഹൈജീനിക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഡ്രസ്സ് തന്നെ നൈലോൺ ടൈപ്പ് തുണിയെ പാടുള്ളൂ. പിന്നെ ക്യാപ്പ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം, അത് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അവിടെ വരുമ്പോൾ ഒരു യെല്ലോ അല്ല, ഒരു നേവി ബ്ലൂ കളർ ഒരു ഓയിലുണ്ട്. അതിൽ നമ്മൾ കാല് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഷവർ ബാത്ത്, നമ്മൾ ഇട്ടേക്കുന്ന ആ ഡ്രസ്സ് ഇട്ടതിന് ഷവർ ബാത്ത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി നല്ല ഹൈജീനിക് ആയതുകൊണ്ടായിരിക്കും. പിന്നെ അവിടെ മെയിനായിട്ട് പറയേണ്ട, ഫോൺ അലൗഡല്ല, ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇതെടുത്തത്. അതും കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോസ് കുറവായിട്ട് തോന്നുന്നത്. എനിക്ക് പറയാനുള്ളെങ്കിൽ, സ്വിമ്മിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോവാം, ട്രെയിനേഴ്സൊക്കെ കാണും. അല്ലാതെ സ്വിമ്മിങ് അറിയാമെന്നുള്ളവർക്ക് ഒരു എക്സസൈസായിട്ട് നമുക്ക് പോയി ചെയ്യാമെന്നുള്ളതാണ്. ഒരു അടിപൊളി സ്പോട്ടാണ്. നിങ്ങൾ ആറ്റിങ്ങൽ ഭാഗത്ത് എവിടെയെങ്കിലുമാണ് താമസിക്കുന്നതെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ ഗായ്സ്,
ഇത്രയേ ഉള്ളൂ. വീഡിയോസ് വളരെ കുറവാണ്, ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അറിയാമല്ലോ നിങ്ങൾക്ക് എൻ്റെ ബേബിയൊക്കെ ഉള്ളതുകൊണ്ട്. ബേബിയെ എൻ്റെ ഒരു കസിൻ ചേച്ചിയാണ് നോക്കിയത്. ചേച്ചി ഇതിൽ ആക്ടിവിറ്റീസിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ചേച്ചിയാണ് വാവയെ നോക്കിയത്. അതുകൊണ്ടാണ് ഞാനും ഇതിലൊക്കെ ഇറങ്ങി. ഞങ്ങൾ അന്നത്തെ ദിവസം ഫുൾ ഹാപ്പി ആയിരുന്നു, വേറൊരു മൂഡായിരുന്നു. എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ വീട് തന്നെ അന്ന് മറന്നുപോയി. ആ ഒരു 3 ദിവസം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അതിന് ഞങ്ങൾക്ക് അവസരം തന്ന ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് പ്രത്യേകം നന്ദി. പിന്നെ എന്താ പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഈ 2 പ്ലേസസ്, സ്പോർട്ടീസ് പാർക്കും ഈ ഒരു സ്വിമ്മിംഗ് പൂളും എക്സ്പീരിയൻസ് ആറ്റിങ്ങൽ ഭാഗത്താണ് ഉള്ളത്. ഇപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വ്ളോഗുമായിട്ട് കാണാം.